കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനെയാണ് ഞാൻ ശരിക്കും ഒപ്പിച്ചെടുക്കുക. ഹായ് ഗായ്സ്. നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ചെറുതായിട്ട് നേരത്തെ ഇട്ടെന്ന് എനിക്കുണ്ടോ? ലിപ്പാം തീരാറായ ലിപ്പാമല്ലേ ഞാൻ തോന്നുന്നു. How was my glass? ഇത് ടിൻറ്റില്ലേ ഇതിന്? ലിപ്പാമിന് ടിൻറ്റില്ലാത്ത ലിപ്പാണ്. കുറച്ച് കരഞ്ഞ പോലെ വൈറ്റ് പിന്നിട്ടത് നല്ല റിച്ച് സ്ഥലമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അല്ല അല്ലേ എന്റെ മനസ്സിലുണ്ടായി. നിനക്കില്ല. ഞാൻ ഇവിടെ അടിച്ചപ്പോ ഓക്കെ ഞാനാണ് വൈറ്റ് കളർ ബ്രൈറ്റ് ആയിട്ട് പിന്നെ സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്ന വൈറ്റ് പെയിന്റ് അടിക്കുമ്പോഴാണ്. അതല്ല പിന്നെ ഈ കൂടുതൽ ലൈറ്റ് ഉള്ളതായിട്ടും ഇങ്ങനെ ആവാൻ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ മസാജ് ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി എലീഷയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കി. തെർസയോട് ചോദിച്ചപ്പോൾ തെർസയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതുകൂടെ ഉണ്ടാ തരാൻ വേണ്ടി എന്നിട്ട് എനിക്ക് വിഷമിച്ച് തന്നു. ആ ക്ലാസ്സിനകത്ത് കൊള്ളുന്നല്ലേ തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് എന്നോട് ചോദിക്കുന്നു മെഷ് ടോപ്പ് ക്രോഷേ ചോദിക്കുന്നു എവിടെ റിസൾട്ട്, എവിടെ റിസൾട്ട്. ഇതിന് സമയം എടുക്കും. കുറെ പേരില്ല ഈ എലീഷ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പിന്നെ കുറച്ച് ആരൊക്കെയോ ചോദിച്ച് കുറച്ച് പേര്, കുറെ പേരില്ല. ഞാൻ കുറെ പേരെന്ന് പറയുമ്പോൾ 1 2 3 പേര് പറയുന്നതിനാണ് ഞാൻ കുറെ പേര്. അത് ഞാൻ അങ്ങനെ പണ്ട് തൊട്ട് പറയുന്നത്. ഓക്കെ എനിവേ ഞാനത് കയ്യും ഇവിടെയൊക്കെ ആക്കി. ശരിക്കും എനിക്ക് ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ പോലും ഇല്ല. ആക്ച്വലി ഇത് ഇത്രയുള്ള നെക്ക് കയറിയിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് ഇവിടെ വരെ എത്തി. എനിവേ ഞാൻ റിസൾട്ട് ഉടനെ പോസ്റ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ ഇതിൽ തന്നെ കാണും. അവളത് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം നടക്കും. അമ്പടി മുകളിലോട്ട് നോക്കി. അതെ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനത്തെ പിച്ച ലുക്കിലായിരിക്കും ഞാൻ മിക്കപ്പോഴും. അതുകൊണ്ടാണ് പിച്ചക്കാരുടെ ലുക്കിന് ഞാൻ അപമാനിക്കുന്നില്ല ഗൈസ്. അതൊരു നല്ലൊരു ലുക്കാണ്. ഓക്കെ എലിശ ഇവിടെ വർക്ക് ചെയ്യുവാണ്. ഞാൻ എനിക്ക് ഡയറി ഇടുന്ന സ്വഭാവമല്ല അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഓക്കെ ഇതിനകത്ത് ടു ഡു ലിസ്റ്റ് ചെയ്യും. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ ബോധം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എൻ്റെ മൂഡ് പോലെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കും. ഇതിനകത്ത് ഞാൻ എൻ്റെ തോന്നിയ പോലെ എല്ലാം ഞാൻ എഴുതി വെക്കും. ഇത് വായിക്കുന്നവർക്ക് കോമഡി ആയിരിക്കും, പക്ഷെ ആരും വായിക്കാൻ പാടില്ല. ഇതൊരു പേഴ്സണലായിട്ടുള്ള സാധനം. ഇതുണ്ടോ ഇത് ഞാൻ ഒരു ദിവസം എനിക്ക് ഭ്രാന്തായപ്പോൾ മുടി വെട്ടി. പിന്നെ ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ച് പിന്നെ ഞാനത് റിഗ്രറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നിയപ്പോൾ മുടി വെട്ടിയതാണ് മുട്ട അടിച്ചത്. ശരിക്കും എന്നോട് ഇടിച്ച മുട്ട അടിക്കരുതടി അങ്ങനെ പറയണമായിരുന്നു. പക്ഷെ ഇവിടെ അപ്പം തന്നെ കത്രി എടുത്തിട്ട് വെട്ടി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇവിടെ കേട്ടില്ല. അപ്പൊ അടിച്ച് കൊതി തീരട്ടെ.
എനിക്കും ഉണ്ടായിരുന്നു ജീവിതത്തിൽ എന്നെങ്കിലും മുട്ടയടിക്കണം എന്നുള്ളത്. ഇപ്പൊ ആ കിഴപ്പൊക്കെ തീർന്നിട്ട് ഇപ്പൊ ഞാൻ വളർത്തുക. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും മുട്ടയടിക്കുന്നതാണ് സുഖം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റേ ബോയ് കട്ട് ഇല്ലെങ്കിൽ വോൾഫ് കട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ എങ്കിൽ എന്തോ ഇതാണ് എനിക്ക് ബെറ്റർ. എനിക്കത് മനസ്സിലായി. എന്നാ ഇച്ചിരിയും കൂടി ഞാനെൻ്റെ എനിക്കൊന്നും പറയാനില്ല. എനിക്കാണെങ്കിൽ കുറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. കുറെ പറയാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ഇൻട്രോവേർട്ടാണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. റീസെൻ്റ്ലി ഞാനൊരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ജാപ്പനീസ് ഡേറ്റിംഗ് ഷോ. പിന്നെ ഹിസ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഇന്ന് റിലീസായി. അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് കപ്പിൾസ് ഒന്നിച്ചിരിക്കുന്നത്. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ആ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കപ്പിൾസ് അല്ലെങ്കിൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ഷുൻ ഡായി. നെറ്റ്ഫ്ലിക്സിലുണ്ട്. Go and check it out. ലോലമ്മയ്ക്ക് കാമുകന്റെ കാര്യം. ലോലമ്മയ്ക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയി ഗൈസ്. ഫുള്ള് ബ്ലാക്ക് കളറില് കാണാൻ നല്ല ഭംഗിക്ക്. പക്ഷെ എനിക്കിഷ്ടമില്ല. കാരണം ഇപ്പം തന്നെ ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. ലോലമ്മയ്ക്ക് ഓൾറെഡി 3 പിള്ളേരുണ്ട്. പിന്നെ ലോലമ്മയുണ്ട്. ഞാനിവിടെ ഫാമിലി ഫോട്ടോ അവർക്ക് കാണിക്കും. ഈ വൃത്തികെട്ട വന്ന് അവളെ വളച്ചോണ്ട് പോയി. എൻ്റെ മുമ്പിൽ കൂടെ അവൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി. അവൾക്കൊരു നാണം മാനില്ല. ഞാനൊരു ടോക്സിക് പേരൻ്റാണോ നിങ്ങൾ പറയും? അതെ അതെ, 5 പിള്ളേരുടെ അമ്മയാണ്. 2 പിള്ളേരുടെ അമ്മയും 3 പിള്ളേരുടെ അമ്മച്ചിയും. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ടോ? പ്രായം കുറഞ്ഞ അമ്മ. പ്രായം കുറഞ്ഞ കൂടുതലും അമ്മമാരുടെ കഷ്ടപ്പാടറിയുന്നു. നിങ്ങളൊരു അമ്മയായിരുന്നു. അതെ അതെ, നിങ്ങൾക്ക് ഒരു അമ്മയാണ്. അമ്മയുടെ ഏറ്റവും എനിക്കായാലും ചുമ്മാ ഇവളൊക്കെ തോന്നുമ്പോ ഇവളെ അതിനെടുത്ത് ഞെക്കി കൂട്ടും. അല്ലാത്തപ്പോൾ ഇവള് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഫുഡും കൊടുക്കിയാലോ ഒന്നും. ഞാൻ അതിൻ്റെ അവരിത്രയും നാൾ വീടിനകത്ത് തപ്പിയിട്ടുകൊണ്ടിരിക്കും. ഞാൻ അതെല്ലാം കോരിക്കളയണം. മുള്ളും തൂറിയോ അതിൻ്റെ കൂടെ അമ്മയുടെ രാവിലെ തൊട്ടുണ്ടായിരിക്കും. അതെനിക്ക് എന്നും കിട്ടാറുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഇല്ല ഒക്കെ. ചേരയ്ക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്കൊക്കെ സമയം. എനിക്ക് പിന്നെ ഭയങ്കര സമയമാണ്. തെരസിന്റെ മക്കളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവര് അവിടെയൊക്കെ കയറുന്നത് എനിക്ക് ജിമ്മിൽ പോയിട്ട് വണ്ണം കുറയ്ക്കണം. വണ്ണമല്ല, കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ട്. ഇത് മസിലൊക്കെ അമ്മയുടെ മസിലാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ മസിലാക്കി എടുക്കും. എല്ലാം ഉണ്ടാകും.
ഞാൻ ഇതുവരെയായിട്ടും ജിമ്മിൽ പോയിട്ടില്ല. എനിക്ക് ജിമ്മിൽ പോകണമെന്നുണ്ട്. വേണ്ടൊന്നും ഉണ്ടോ? ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ.